അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ബഹുമാന സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസ് അൽഹംദുലില്ലാഹ് അള്ളാഹുവിന് പൊരുത്തമുള്ള നല്ല മജ്ലിസായി, നല്ലൊരു കൂട്ടായ്മയായി അല്ലാഹു തആല സ്വീകരിക്കട്ടെ. പടച്ചവൻ കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മളെല്ലാവരും ഉള്ളത് നാളെ ശനിയാഴ്ച 8ാമത്തെ പകലിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അൽഹംദുലില്ലാഹ് അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ സ്വാഭാവികമായി ചില സംശയങ്ങൾ ചില ആളുകൾക്കുണ്ടാകും. ഉസ്താദേ, നാളെ മുഹറം 9 അല്ലേ? നാളെ ശനിയാഴ്ച മുഹറം 9 താസുആയിൻ്റെ നോമ്പല്ലേ? ഗൾഫുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇന്ന് വെള്ളിയാഴ്ച അവിടെ താസുആ മുഹറം 9 ആയിരുന്നു. നാളെ ശനിയാഴ്ച ഗൾഫ് രാജ്യങ്ങളിൽ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്താണ്? മുഹറം 10 ആണ്. നമ്മ കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വ്യാഴാഴ്ച മഗ്‌രിബോട് കൂടി നമ്മൾ നിലാവ് കണ്ടിരുന്നു എങ്കിൽ വെള്ളിയാഴ്ച നമുക്ക് മുഹറം 1 ആകുമായിരുന്നു. പക്ഷേ വ്യാഴാഴ്ച രാത്രി നമുക്കറിയാം നമ്മുടെ അന്തരീക്ഷം മുഴുവനും ഏകദേശം കേരളത്തിൽ മൊത്തത്തോളം എന്ന് പറയാം നല്ല മഴയും അതുപോലെ തന്നെ മേഘമൊക്കെ മൂടിക്കിടക്കുന്നത് കൊണ്ട് നമുക്ക് നിലാവ് കാണാൻ സാധിച്ചില്ല. അതിൻ്റെ വിശ്വാസയോഗ്യമായ നിലയിലുള്ള ഒരു പ്രഖ്യാപനമൊന്നും വരാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? കഴിഞ്ഞ വെള്ളിയാഴ്ച ദുൽഹിജ്ജ 30 പൂർത്തിയാക്കി നമ്മൾ ശനിയാഴ്ചയാണ് 1 മുതൽ മുഹറം 1 നമ്മൾ തീരുമാനിച്ചത് ഖാദിമാർ അങ്ങനെ തീരുമാനിച്ചു. എന്നാൽ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഖാദിമാർ ഒരുപാടുള്ള നാടാണ്. അൽഹംദുലില്ലാഹ് എല്ലാ ഖാദിമാർക്കും ഒരുപാട് സയ്യിദന്മാരുണ്ട്. എല്ലാ സയ്യിദന്മാർക്കും ഒരുപാട് തലയെടുപ്പുള്ള പണ്ഡിതന്മാരുണ്ട്. എല്ലാ പണ്ഡിതന്മാർക്കും അല്ലാഹു തആല ഇസ്സത്തും അഭിമാനവും ആഫിയത്തും ആരോഗ്യവും കൊടുക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ ഏതെങ്കിലും ഒരു സംഘടനയിൽ നിന്നിട്ട് മറ്റ് സംഘടനയിലുള്ള ഉസ്താദുമാരെ തങ്ങന്മാരെ സയ്യിദന്മാരെ കുറ്റം പറയുന്നൊരവസ്ഥ ഉണ്ടെങ്കിൽ നമ്മുടെ എല്ലാ അമലും പൊളിഞ്ഞു. നമ്മുടെ വിഷയം അതല്ല. അപ്പോൾ നമ്മുടെ കേരളത്തിലെ ഒരു വിഭാഗം ഖാദിമാർ കഴിഞ്ഞ ശനിയാഴ്ച മുഹറം 1 പ്രഖ്യാപിച്ചു. എന്നാൽ കേരളത്തിലുള്ള ചില ഖാദിമാർ അവർ കഴിഞ്ഞ വെള്ളിയാഴ്ച ജുമഅക്ക് മുമ്പ്, അതായത് ഉച്ചയോടുകൂടി നിലാവ് കണ്ടിരുന്നു, വിശ്വാസയോഗ്യമായ നിലയിൽ അവർക്ക് വിവരം കിട്ടിയിരുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച മുഹറം 1 പ്രഖ്യാപിച്ചിരുന്നു. അപ്പോൾ ഖാദിമാർ തന്നെ ചില ഖാദിമാർ മുഹറം 1 അല്ല ഇത് മുഹറം അല്ല ഇത് ദുൽഹിജ്ജ 30 അങ്ങനെ 2 അഭിപ്രായമുണ്ട്. നമുക്കിത് രണ്ടും സ്വീകരിക്കാവുന്നതാണ്. കാരണം ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല. ഇത് പൊക്കിപ്പിടിച്ചിട്ട് നമ്മുടെ സമുദായത്തിൻ്റെ ഇടയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കുവാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയാൻ നമ്മളാളല്ല. അതുകൊണ്ട് നമ്മൾ ആ വിഷയത്തിലേക്ക് കടക്കണ്ട. അത് ഖാദിമാർ തീരുമാനിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് നമ്മളിപ്പോൾ ഏത് ഖാദിയെയാണോ നമ്മൾ പിൻപറ്റാൻ ഉദ്ദേശിക്കുന്നത് അതനുസരിച്ച് മുന്നോട്ട് പോവുക. ഇപ്പോൾ അൽഹംദുലില്ലാഹ് കേരളത്തിൻ്റെ ചില പ്രദേശത്തിലുള്ള മുഅ്മിനീങ്ങൾ അവരെന്ത് ചെയ്യുന്നു? നാളെ മുഹറം 9ാമത്തെ നോമ്പ് പിടിക്കുന്നവരുണ്ട്. ആയിക്കോട്ടെ, അവർക്ക് അതിൻ്റെ കൂലി കിട്ടും. പിന്നെയോ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇൻഷാ അല്ലാഹ് ഞായറാഴ്ചയാണ് മുഹറം 9 നോമ്പ് പിടിക്കുന്നത്. അൽഹംദുലില്ലാഹ് നമുക്കും അതിൻ്റെ പ്രതിഫലം കിട്ടും. കാരണം ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം എന്തിനേറെ നമ്മുടെ ഇപ്പോഴല്ലേ ഈ സോഷ്യൽ മീഡിയ സംവിധാനങ്ങളൊക്കെ വന്നത്. ഇതിനു മുമ്പെന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മുടെ വാപ്പമാർ വല്ലുപ്പമാരുടെയൊക്കെ കാലം എന്നൊക്കെ പറഞ്ഞാൽ ഫോൺ തന്നെ വളരെയധികം വിരളമായ സമയമാണ്. അപ്പം അതുകൊണ്ട് ഒരു സ്ഥലത്ത് നിലാവ് കണ്ടാൽ അത് കേരളത്തിൻ്റെ ഒരു സ്ഥലത്തേക്ക് നിലാവ് കണ്ടു എന്നുള്ള വാർത്ത കിട്ടാൻ ചിലപ്പോൾ പിറ്റേന്നായിരിക്കും എത്തുക. അപ്പോൾ അത് അന്നേ വ്യത്യാസമുണ്ട്. അത് എന്താണ്? കാലാകാലത്ത് ഉണ്ടാകുന്ന വ്യത്യാസമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഈ മഴയുടെ സീസൺ ആയതുകൊണ്ട് അങ്ങനെ നിലാവ് കാണുന്നതുമായി ബന്ധപ്പെട്ട് ചില വ്യത്യാസങ്ങളൊക്കെ വരാം. അങ്ങനെ ഈ ഉമ്മത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം മുതലേ ഉള്ളതാണ്. അതും പറഞ്ഞിട്ട് നമ്മൾ ആരും ഫിത്തനയും ഫസാദും ഉണ്ടാക്കാൻ നിൽക്കണ്ട. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ മുഹറം 9 പ്രഖ്യാപിച്ച ഖാദിമാരുണ്ട്. അവരംഗീകരിക്കുന്ന ഒരുപാട് മുഅ്മിനീങ്ങൾ അവർ ഇൻഷാ അല്ലാഹ് അത് അംഗീകരിക്കട്ടെ. പിന്നെ മറ്റന്നാളാണ് നമുക്ക് മുഹറം 9 എന്ന് പറഞ്ഞിട്ടുള്ള ഖാദിമാരുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്കതനുസരിച്ച് മുന്നോട്ട് പോകാനും പറ്റും. നമ്മളെ സംബന്ധിച്ച് ഇൻഷാ അല്ലാഹ് മുഹറം 10 നോമ്പ് നമ്മൾ തിങ്കളാഴ്ച എടുക്കുന്നു. മുഹറം 9 നോമ്പ് നാളെ നമ്മൾ എടുക്കുന്നു. അൽഹംദുലില്ലാഹ്. അപ്പോൾ ഇതോടുകൂടി ആ ചർച്ചയൊക്കെ നമ്മൾ അവസാനിപ്പിക്കുന്നു. ഇപ്പോൾ ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഒരുപാട് സയ്യിദന്മാരെ തങ്ങന്മാരെ ഉസ്താദുമാരെയൊക്കെ തെറി പറയുന്ന മോശം വഷളാക്കുന്ന ഒരുപാട് അവസ്ഥയുണ്ട്. പടച്ചോനല്ലേ ഇതിൻ്റെയൊക്കെ പ്രതിഫലം തരുന്നത്. അതുകൊണ്ട് നമുക്ക് നാളെ ഇന്നത്തെ രാത്രി അസ്തമിച്ച് നാളെ ശനിയാഴ്ച നോമ്പെടുക്കാം. അതുപോലെ ഞായറാഴ്ച നമുക്ക് നോമ്പെടുക്കാം, തിങ്കളാഴ്ച നോമ്പെടുക്കാം. നോമ്പ് പിടിച്ചോ, അതിന് ഒരു പ്രയാസവും ഇല്ല. ഇൻഷാ അല്ലാഹ് പടച്ചോൻ കൂലി തരും. ഏതായാലും ഞായറാഴ്ച നമ്മൾ എല്ലാവരും നോമ്പ് പിടിക്കുമല്ലോ.
അല്ലേ? ഞായറാഴ്ച നമ്മൾ ഏതായാലും നോമ്പ് പിടിക്കുമല്ലോ. അപ്പോൾ എന്തായാലും മുഹറം 9 നോമ്പ് നമ്മൾ പിടിക്കുമല്ലോ. ഇനി നാളെ മുഹറം 9 ആണെന്ന് കരുതുന്നവർ ഞായറാഴ്ച മുഹറം 10 നോമ്പ് പിടിക്കുമല്ലോ. ഞായറാഴ്ച ഏതായാലും എല്ലാവർക്കും നോമ്പുണ്ടല്ലോ, അത് ഖൈർ, അൽഹംദുലില്ലാ. ആ നോമ്പ് നല്ല രൂപത്തിൽ പിടിച്ചോ, അല്ലാഹു തആല സ്വീകരിക്കും, കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് വളരെ പുണ്യമുള്ള സമയങ്ങളാണ് മുഹറം 9 രാവ്, മുഹറം 9 പകൽ, മുഹറം 10 രാവ്, മുഹറം 10 പകൽ. ഇൻഷാ അല്ലാഹ് നമുക്ക് ഒരുപാട് ദിക്റും സ്വലാത്തും തസ്ബീഹും ഒക്കെ പറഞ്ഞ് നമ്മുടെ എല്ലാ തെറ്റുകളും പുറത്ത് കിട്ടാൻ അല്ലാഹുവിലേക്ക് നമുക്ക് ദുആ ചെയ്യേണ്ട സമയമാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്ക് നേരെ ദിക്റിന്റെ മജ്ലിസിലേക്ക് കടക്കാം. ഒരുപാട് ദിക്റും സ്വലാത്തും ഒക്കെ നമുക്ക് ചൊല്ലി അല്ലാഹുവിലേക്ക് എല്ലാ കാര്യങ്ങളും ഏറ്റുപറഞ്ഞ് നമുക്ക് ഒരുപാട് ദിക്റും സ്വലാത്തും തസ്ബീഹൊക്കെ ചൊല്ലിയിട്ട് ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ദ്വാരക്കാം. അല്ലാഹു തആല നമ്മുടെ മജ്ലിസ് സ്വീകരിക്കുമാറാവട്ടെ, കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമുക്ക് അല്ലാഹുവിൻ്റെ ഒരു ഇസ്മു പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ മജ്ലിസ് നമുക്ക് ആരംഭിക്കാം. കാരണം അല്ലാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള, ആദ്യം അള്ളാഹിനെ ഒന്ന് ഇഷ്ടപ്പെടുത്തിയിട്ട് നമ്മൾ ബാക്കി നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അത് വലിയ ഖൈറാൻ. അപ്പോൾ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള 2 ഇസ്മുകൾ ചേർത്ത് ഇൻഷാ അല്ലാഹ് നമുക്ക് ആദ്യം പറഞ്ഞിട്ട് ബാക്കി ദിക്റുകളിലേക്ക് കടക്കാം. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. യാ റഹ്മാനു യാ റഹീമു ലാ ഇലാഹ ഇല്ലല്ലാഹ്. 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 യാ റഹ്മാനു യാ റഹീമു ലാ ഇലാഹ ഇല്ലല്ലാഹ്.
നമ്മൾ ചെയ്യുന്ന അമലുകൾ അല്ലേ, ഒരുപാട് നിസ്കാരവും ഇപ്പം അൽഹംദുലില്ലാ ഇന്നും നോമ്പ് പിടിച്ച ആളുകളുണ്ട്, നാളെയൊക്കെ നോമ്പ് പിടിക്കാൻ മനസ്സിൽ കരുതിയവരുണ്ട്. അപ്പോൾ നമ്മൾ പിടിക്കുന്ന നോമ്പുകളും മറ്റ് സൽക്കർമ്മങ്ങളും എല്ലാം അല്ലാഹു തആല സ്വീകരിക്കണം. അപ്പോൾ അതിന് പറ്റുന്ന ഒരു ദുആയാണ്. നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹു തആല, വെറുതെ ഒരുപാട് അമൽ ചെയ്താൽ മാത്രം പോരല്ലോ, അതൊക്കെ റബ്ബ് തആല കബൂൽ ചെയ്യണ്ടേ. അപ്പോൾ കബൂലിയത്തിന് വേണ്ടിയുള്ള ദുആ നമ്മൾ ഇൻഷാ അല്ലാഹ് മറന്നു പോകാൻ പാടില്ല. നിങ്ങളുടെ ഏതൊക്കെ ദുആയുണ്ടോ അതിലൊക്കെ ഈ ഒരു ദുആ ഉൾപ്പെടുത്താൻ വിട്ടുപോകണ്ട. പറഞ്ഞാലോ, ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. നമ്മളെല്ലാവരും മരണപ്പെട്ട ആഖിറത്തിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ മീസാൻ എന്ന തുലാസ് ഉണ്ട്, നന്മയും തിന്മയും തൂക്കപ്പെടുന്ന ആ മീസാൻ എന്ന തുലാസിൽ നന്മയുടെ തട്ട് ഭാരം കൊണ്ട് താഴാനും അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ഇഷ്ടം നമുക്ക് കിട്ടാനും നമുക്ക് ഇൻഷാ അല്ലാഹ് ഇപ്പോഴേ നമുക്ക് പരിശ്രമിക്കാം. ഏതിലൂടെ? പുണ്യമായ ഒരു ദിക്റിലൂടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചൊന്ന് പറഞ്ഞാലോ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്
അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി 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 അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിhi സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിhi അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിhi സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിhi അസ്തഗ്ഫിറുല്ലാഹ്. 10 പ്രവാചകന്മാർക്ക് അല്ലാഹു തആല 10 സഹായങ്ങൾ കൊടുത്ത ഒരു മാസമാണ്, പ്രത്യേകിച്ച് ഒരു ദിവസമാണ് മുഹറം 10. അപ്പോൾ അതിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അൽഹംദുലില്ലാ ആ ഒരു 10 പ്രവാചകന്മാരിൽ പ്രധാനപ്പെട്ട ആളാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബിക്ക് അല്ലാഹു തആല ഒരുപാട് നിഅമത്ത് കൊടുത്തു, അതിനേക്കാൾ ഉപരി ഒരുപാട് പരീക്ഷണങ്ങൾ കൊടുത്തു. ആ പരീക്ഷണങ്ങളിലൊക്കെ മഹാനവർകൾ പിടിച്ചു നിന്നത് ഒരൊറ്റ വാക്കുകൊണ്ടാണ്, ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസ്വീർ. ഇൻഷാ അല്ലാഹ് നമുക്കും നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ തടഞ്ഞു നിർത്താൻ ഒരു പരിചയമായി നമുക്ക് ഈ ഒരു ദിക്ർ നമുക്ക് ഉപകാരപ്പെടുന്നതാണ്. നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് പറഞ്ഞാലോ? ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസ്വീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസ്വീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസ്വീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസ്വീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസ്വീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസ്വീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസ്വീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസ്വീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസ്വീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസ്വീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസ്വീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസ്വീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസ്വീർ. ഹസ്ബുനല്ലാഹു
الله ونعم الوكيل نعم المولى ونعم النصير حسبنا 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 الله ونعم الوكيل نعم المولى ونعم النصير. നാല് കാര്യങ്ങൾ അല്ലാഹുവിനോട് എപ്പോഴും ചോദിക്കണം. ഒന്നാമത്തേത് നമ്മുടെ തഖ്വയാണ്, അല്ലേ? നമ്മുടെ ആ വിശ്വാസം, തഖ്വ, സൂക്ഷ്മത, അത് നമ്മൾ ജീവിതത്തിൽ എപ്പോഴും കാത്തു സൂക്ഷിക്കണം. അത് അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കണം. പിന്നെയോ നമ്മുടെ ജീവിതത്തിൽ ഒരു പവിത്രത ഉണ്ടാവണം, അല്ലേ? അള്ളാഹുവിൻ്റെ ഏത് തീരുമാനം വന്നാലും അതൊക്കെ ഏറ്റെടുക്കാനും, അതുപോലെ തന്നെ എല്ലാവിധത്തിലുള്ള ക്ഷമ കിട്ടാനും, ജീവിതത്തിൽ എല്ലാവിധ തിന്മകളിൽ നിന്നും മാറി നിന്നിട്ട് നല്ല ഒരു ജീവിതം കിട്ടാനും നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കണം. പിന്നെ നമ്മുടെ ശരീരത്തിന് ആഫിയത്ത് നമ്മൾ ചോദിക്കണം. അള്ളാഹുവിനോടുള്ള എല്ലാവിധ കബൂലിയത്തും നമ്മൾ ചോദിക്കണം. ഇതെല്ലാം ചോദിച്ച് ഇതെല്ലാം കിട്ടുന്ന, അതായത് ദുന്യാവും ആഖിറവും നമുക്ക് വിജയിച്ച് കിട്ടാൻ പറ്റുന്ന പുണ്യമായ ഒരു ദുആയുണ്ട്. ആ ദുആ നമുക്കൊന്ന് പറഞ്ഞാലോ? പറഞ്ഞോ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിനാ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിനാ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിനാ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിനാ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക الهدى والتقى والعفاف والغنى. اللهم إني أسألك 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 الهدى والتقى والعفاف والغنى.
اللهم إني أسألك الهدى والتقى والعفاف والغنى 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 പരിശുദ്ധമായ മുഹറം മാസം ആ മുഹറം മാസത്തിൻ്റെ എല്ലാ ദിവസവും ഇന്നും ഇനി നാളെയും മറ്റന്നാളും എല്ലാ ദിവസവും ഇൻഷാ അല്ലാഹ് നമുക്ക് ചൊല്ലിയിരിക്കേണ്ട നമുക്ക് ചൊല്ലാൻ പറ്റുന്ന ഒരു പ്രത്യേകമായ ഒരു ദിക്റാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പറയുന്നത്. അത് വേറൊന്നുമല്ല, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ വ അസ്തഗ്ഫിറുല്ലാഹ മിൻ കുല്ലി ദംബ്. അല്ലാഹുവേ എല്ലാ സമയത്തും, പുതിയൊരു വർഷമാണല്ലോ ഇത്, പുതിയൊരു മാസമാണ്. അപ്പോൾ റബ്ബേ അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, എൻ്റെ എല്ലാ അവസ്ഥയിലും റബ്ബേ നിനക്കാകുന്നു സർവസ്തുതിയും. വ അസ്തഗ്ഫിറുല്ലാഹ മിൻ കുല്ലി ദംബ്, പടച്ചവനെ എല്ലാ തെറ്റുകളിൽ നിന്നും ഞാനിതാ നിന്നിലേക്ക് ഇസ്തിഗ്ഫാർ തേടുകയാണ്, പാപമോചനം തേടുകയാണ്. ഇതാണ് ആ ഒരു ദിക്റിൻ്റെ അർത്ഥം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതൊരു ദിക്ർ, ഈ പുണ്യമായ ഇസ്തിഗ്ഫാർ വലിയ ഒരു പ്രതിഫലം കിട്ടുന്ന അമലാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് നമുക്ക് ഈ ഒരു ദിക്ർ പറയാം. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ വ അസ്തഗ്ഫിറുല്ലാഹ മിൻ കുല്ലി ദംബ് അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ വ അസ്തഗ്ഫിറുല്ലാഹ മിൻ കുല്ലി ദംബ് അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ വ അസ്തഗ്ഫിറുല്ലാഹ മിൻ കുല്ലി ദംബ് അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ വ അസ്തഗ്ഫിറുല്ലാഹ മിൻ കുല്ലി ദംബ് അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ വ അസ്തഗ്ഫിറുല്ലാഹ മിൻ കുല്ലി ദംബ് അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ വ അസ്തഗ്ഫിറുല്ലാഹ മിൻ കുല്ലി ദംബ് അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ വ അസ്തഗ്ഫിറുല്ലാഹ മിൻ കുല്ലി ദംബ് അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ വ അസ്തഗ്ഫിറുല്ലാഹ മിൻ കുല്ലി ദംബ് അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ വ അസ്തഗ്ഫിറുല്ലാഹ മിൻ കുല്ലി ദംബ് അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ വ അസ്തഗ്ഫിറുല്ലാഹ മിൻ കുല്ലി ദംബ് അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ വ അസ്തഗ്ഫിറുല്ലാഹ മിൻ കുല്ലി ദംബ് അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ വ അസ്തഗ്ഫിറുല്ലാഹ മിൻ കുല്ലി ദംബ് അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ വ അസ്തഗ്ഫിറുല്ലാഹ മിൻ കുല്ലി ദംബ് അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ വ അസ്തഗ്ഫിറുല്ലാഹ മിൻ കുല്ലി ദംബ് അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ വ അസ്തഗ്ഫിറുല്ലാഹ മിൻ കുല്ലി ദംബ് അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ വ അസ്തഗ്ഫിറുല്ലാഹ മിൻ കുല്ലി ദംബ് അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ വ അസ്തഗ്ഫിറുല്ലാഹ മിൻ കുല്ലി ദംബ് അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ വ അസ്തഗ്ഫിറുല്ലാഹ മിൻ കുല്ലി ദംബ് അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ വ അസ്തഗ്ഫിറുല്ലാഹ മിൻ കുല്ലി ദംബ് അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ വ അസ്തഗ്ഫിറുല്ലാഹ മിൻ കുല്ലി ദംബ് അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ വ അസ്തഗ്ഫിറുല്ലാഹ മിൻ കുല്ലി ദംബ് അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ
وأستغفر الله من كل ذنب الحمد لله على كل حال وأستغفر الله من كل ذنب الحمد لله على كل حال وأستغفر الله من كل ذنب الحمد لله على كل حال وأستغفر الله من كل ذنب الحمد لله على كل حال وأستغفر الله من كل ذنب الحمد لله على كل حال وأستغفر الله من كل ذنب الحمد لله على كل حال وأستغفر الله من كل ذنب الحمد لله على كل حال وأستغفر الله من كل ذنب الحمد لله على كل حال وأستغفر الله من كل ذنب الحمد لله അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇന്നത്തെ ദിക്റിന്റെ സ്വലാത്തിന്റെ തസ്ബീഹിന്റെ മജ്‌ലിസ് പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ. അർഹമായ പ്രതിഫലം നമ്മൾ ചൊല്ലിയ ഓരോരുത്തർക്കും അല്ലാഹു തആല നൽകുമാറാവട്ടെ. ഒരുപാട് നേട്ടങ്ങളും പ്രത്യേകതകളൊക്കെ ഉള്ള രാവുകളാണ്, പകലുകളാണ്, അതിലൂടെയൊക്കെയാണ് നമ്മൾ പോകുന്നത്. എല്ലാവരും ഈ ദിക്റുകൾ കൊണ്ട് മാത്രം ഒതുക്കരുത്. നിങ്ങൾക്ക് സ്വന്തമായി അറിയാവുന്ന എല്ലാ ദിക്റുകളും സ്വലാത്തുകളും തസ്ബീഹുകളൊക്കെ പറയുക. വിശുദ്ധമായ ഖുർആൻ പാരായണം മറന്നു പോവണ്ട. എല്ലാ ദിവസവും പറ്റുന്നപോലെ യാസീൻ ഓതണം. അതുപോലെ തന്നെ സൂറത്തുൽ മുൽക്ക്, സൂറത്തുൽ വാഖിഅ എല്ലാം അല്ലാഹു തആല ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഒരുപാട് പേര് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും സ്പെഷ്യലായി എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് ഇന്നത്തെ മജ്‌ലിസ് നമ്മൾ ദ്വാരക്കും. അല്ലാഹു തആല നമ്മുടെ സദസ്സിനെ സ്വീകരിക്കുമാറാവട്ടെ. നമുക്ക് ഇൻഷാ അല്ലാഹ് സൂറത്തുൽ ഫാത്തിഹ, ഇഖ്ലാസ്, മുഅവ്വിദത്തൈനിയൊക്കെ ഓതിയിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് കടക്കാം. അല്ലാഹു തആല ഖബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أنزله المقعد المقرب عندك يوم القيامة. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. അർഹമുർ റഹീമീനായ കരുണയുള്ള റബ്ബേ, ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ സ്വീകരിക്കണേ അല്ലാഹുവേ. പടച്ചവനെ, പാപികളാണ്, ദോഷികളാണ്, അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതും രഹസ്യവും പരസ്യവും ഒറ്റക്കും കൂട്ടായും ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയവരാണ് റബ്ബേ. ഞങ്ങൾക്ക് എല്ലാവർക്കും നിന്റെ മഗ്ഫിറത്ത് നൽകണേ അല്ലാ, മർഹമത്ത് നൽകണേ അല്ലാ, നരകമോചനം തരണേ അല്ലാ, സ്വർഗപ്രവേശനം തരണേ അല്ലാ. സ്വർഗത്തിൽ ഞങ്ങളുടെ നേതാവ് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം സന്തോഷത്തോടെ ഞങ്ങളുടെ കുടുംബാദികൾ എല്ലാവരോടൊപ്പം ഒരുമിച്ച് ചേരാനുള്ള മഹാസൗഭാഗ്യം നീ നസീബാക്കണേ അല്ലാ. അല്ലാഹുവേ, അതിന് തടസ്സമാകുന്ന തെറ്റുകളിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറി നിൽക്കാൻ ഞങ്ങൾക്കെല്ലാവർക്കും തൗഫീക്ക് തരണേ അല്ലാ.
അല്ലാഹുവേ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടുപോയ ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട്, ഭാര്യ സന്താനങ്ങൾ, ഉസ്താദുമാര്, ഞങ്ങളുടെ കൂട്ടുകാര്, നാട്ടുകാര്, വേണ്ടപ്പെട്ടവര്, അല്ലാഹുവേ ഭർത്താക്കന്മാര്, ഞങ്ങളുടെ ഇഷ്ടജനങ്ങൾ, ഞങ്ങൾ ഇഷ്ടപ്പെടുന്നവർ, ഞങ്ങളെ ഇഷ്ടപ്പെടുന്നവർ, ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്, ഖബറിലാണ്. അല്ലാഹുവേ അവരുടെ ഖബറെല്ലാം നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളുമൊക്കെ മരിച്ചു പോവാനുള്ളവരാണ് ഞങ്ങളും. അല്ലാഹുവേ മരണപ്പെട്ട ആരുടെ മണ്ണിലേക്ക് ഖബറിലേക്ക് ചെല്ലുമ്പോൾ ഞങ്ങളുടെ ഖബറും നീ വിശാലമാക്കി തരണേ റഹ്മാനേ. അല്ലാഹുവേ ഈ സദസ്സ് കാണുന്ന ഒരുപാട് ഉമ്മമാരുണ്ട്, ഒരുപാട് ഉപ്പമാരുണ്ട്, ഒരുപാട് സഹോദരിമാര്, സഹോദരങ്ങൾ, ഞങ്ങൾക്ക് എല്ലാവർക്കും നീ ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് തരണേ അല്ലാ. വിഷമങ്ങൾ മാറ്റിത്തരണേ അല്ലാ, സങ്കടങ്ങൾ ദൂരീകരിക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് പറഞ്ഞ ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്, എല്ലാവർക്കും നീ ഖൈർ ബറകാത്തുകൾ കൊടുക്കണേ അല്ലാ, സലാമത്തുകൾ കൊടുക്കണേ അല്ലാ, മാരകമായ അസുഖങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ, ക്യാൻസർ തരല്ലേ അല്ലാ, ബ്രെയിൻ ട്യൂമർ തരല്ലേ അല്ലാ, കിഡ്നിക്ക് പ്രോബ്ലം തരല്ലേ അല്ലാ. പ്രഷർ ഉള്ളവരുണ്ട്, ഷുഗർ ഉള്ളവരുണ്ട്, കൊളസ്ട്രോൾ ഉള്ളവരുണ്ട്, യൂറിക് ആസിഡ് കൂടിയവരുണ്ട്, അതുപോലെ തൈറോയിഡിന്റെ പ്രശ്നമുള്ളവരുണ്ട്, വെരിക്കോസിന്റെ അസുഖമുള്ളവരുണ്ട്. അല്ലാഹുവേ ശാരീരികമായ മാനസികമായ എന്തെല്ലാം ബുദ്ധിമുട്ട്, പ്രയാസ, പ്രതിസന്ധികളുണ്ടോ എല്ലാം നീ മാറ്റിത്തരണേ അല്ലാ. നരമ്പിന്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രതിസന്ധി അനുഭവിക്കുന്ന സഹോദരിമാരുണ്ട്, സഹോദരങ്ങളുണ്ട്, എല്ലാവർക്കും നീ ആഫിയത്തും ആരോഗ്യവും കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളെയെല്ലാം നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ, സ്വാലിഹാത്തുകളാക്കണേ അല്ലാ. ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്ന നല്ല മക്കളാക്കണേ അല്ലാ. അവരുടെ പഠനങ്ങളിൽ നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാ, ഓർമ്മശക്തി കൊടുക്കണേ അല്ലാ, എക്സാമുകൾക്ക് നല്ല മാർക്ക് കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കൾ ജോലി അന്വേഷിക്കുന്നവരുണ്ട്, ഖൈറായ ജോലി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ വിദേശത്ത് പോവാൻ ആഗ്രഹിക്കുന്ന മക്കളുണ്ട്, ഖൈർ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, ഖൈറായ മക്കളെ കൊടുക്കണേ അല്ലാ. വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ലാതെ വിഷമിക്കുന്ന എത്രയോ ദമ്പതിമാരാണ് ഉസ്താദേ ദ്വാരക്കണമെന്ന് പറഞ്ഞത്. അവർക്ക് ഖൈറായ മക്കളെ കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള മക്കളിൽ നീ നന്മ തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ വിവാഹം ശരിയാവാത്ത ഒരുപാട് സഹോദരിമാര്, സഹോദരങ്ങൾ, ഖൈറായ ഇണകൾ അവർക്ക് നീ കൊടുക്കണേ അല്ലാ. വീട് പണി നടക്കുന്നവരുണ്ട്, ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്, ഈ വിനീതന്റെ വീട് പണി ഉൾപ്പെടെ അല്ലാഹുവേ നീ വേഗത്തിലാക്കി തരണേ അല്ലാ, പൂർത്തീകരിച്ച് തരണേ അല്ലാ. കടങ്ങൾ വെക്കല്ലേ അല്ലാ, കടങ്ങളുണ്ട് നീ മാറ്റിത്തരണേ അല്ലാ. ലക്ഷക്കണക്കിന് രൂപ കടങ്ങളുള്ള സഹോദരന്മാര്, സഹോദരിമാര് ദ്വാരക്കാൻ പറഞ്ഞവരുണ്ട്, കടക്കാരായി ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ അല്ലാ. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് കൊടുക്കണേ അല്ലാ, ജോലി കൊടുക്കണേ അല്ലാ, ജോലിയില്ലാത്തവർക്ക് ഖൈറായ നല്ല ജോലി കൊടുക്കണേ റഹ്മാനെ. ഹലാലായ സമ്പത്ത് തരണേ അല്ലാ, ഹറാമായ സമ്പത്തിനെ തൊട്ട് കാക്കണേ റഹ്മാനെ. അല്ലാഹുവേ ആപത്ത്, മുസീബത്ത്, കണ്ണീർ, സിഹ്റിനെ തൊട്ട് കാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ മക്കളെയും, ഞങ്ങളുടെ വീട്, ഞങ്ങളുടെ വാഹനം, ഞങ്ങളുടെ കുടുംബം, എല്ലാത്തിലും അല്ലാഹുവേ നീ ബറക്കത്തും സലാമത്തും സന്തോഷവും നൽകണേ അല്ലാ. ഞങ്ങളൊക്കെ യാത്ര ചെയ്യുന്നവരാണ്, അപകട മരണങ്ങൾ തരല്ലേ അല്ലാ, പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. മരിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ശരീരം അല്ലാഹുവേ ഫ്രീസറിൽ വെച്ച് ഇങ്ങനെ ഒരുപാട് ദിവസങ്ങൾ കാത്തുവെക്കുന്ന ഒരവസ്ഥ വരുത്തല്ലേ അല്ലാ. അല്ലാഹുവേ ശരീരം കീറുമുറിക്കുന്ന പോസ്റ്റ്മോർട്ടം തരല്ലേ അല്ലാ. അല്ലാഹുവേ ഖൈറായ സമയത്ത്, ഖൈറായ സ്ഥലത്ത് വെച്ച് ഖൈറായ നല്ല വാക്കുകൾ പറഞ്ഞ് മരിക്കാനുള്ള തൗഫീക്ക് തരണേ അല്ലാ. അല്ലാഹുവേ ഇനി വരുന്ന വർഷം ഹജ്ജിന് പോവാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് റഹ്മാനെ. അവരുടെ ആ മനസ്സിലുള്ള ഹജ്ജിന്റെ ആ വലിയ ആഗ്രഹം നീ സഫലീകരിച്ചു കൊടുക്കണേ അല്ലാ. അതിന്റെ എല്ലാ കാര്യങ്ങളും നീ എളുപ്പത്തിലാക്കി കൊടുക്കണേ അല്ലാ. ലോക മുസൽമാന് നീ ഇസ്സത്ത് നൽകണേ അല്ലാ, അഭിമാനം തരണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ ജീവിതത്തിൽ ഖൈറും സലാമത്തും ബറക്കത്തും റാഹത്തും എല്ലാവിധത്തിലുള്ള സന്തോഷവും നൽകണേ അല്ലാ. ഒരുപാട് മുഅ്മിനീങ്ങൾ ഉസ്താദേ പ്രത്യേകം ദുആരക്കണേ. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ഓരോ വീഡിയോകൾക്ക് താഴെ അല്ലാഹുവേ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കമന്റുകളാണ് റഹ്മാനെ. ആരൊക്കെ ദുആ ചെയ്യാൻ പറയുന്നു, എല്ലാ മുഅ്മിനീങ്ങളുടെ മനസ്സ് നീ അറിയുന്നവരാണ്, കാണുന്നവരാണ്. അവരെ നീ നിരാശരാക്കല്ലേ അല്ലാ. അല്ലാഹുവേ അവരുടെയൊക്കെ മനസ്സിന്റെ എല്ലാ വിഷമങ്ങളും നീ മാറ്റി കൊടുക്കണേ റഹ്മാനെ. ബുദ്ധിമുട്ട്, കടങ്ങളൊക്കെ വീട്ടി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഹലാലായ ഞങ്ങളുടെ മുറാദുകൾ ഹാസിലാക്കി തരണേ അല്ലാ. എല്ലാ ഉദ്ദേശങ്ങളും നീ ഖൈറിലാക്കി തരണേ അല്ലാ, സഫലീകരിച്ച് തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ പരിശുദ്ധമായ മുഹറം മാസത്തിലാണല്ലോ ഞങ്ങളുള്ളത്. ഈ മുഹറം മാസം, ഈ ഒരു പുതുവർഷം ഞങ്ങൾക്ക് ബറക്കത്തിന്റെ മാസമാക്കണേ അല്ലാ, വർഷമാക്കണേ അല്ലാ, സന്തോഷത്തിന്റെ മാസമാക്കണേ അല്ലാ. ഞങ്ങൾ ചൊല്ലിയിട്ടുള്ള ദിക്ർ ഔറാദുകൾ സ്വീകരിക്കണേ അല്ലാ. ഓരോ ദിക്റിനും വ്യത്യസ്തമായ ഗുണങ്ങളുണ്ട്, അത് മുഴുവനും ഞങ്ങൾക്ക് തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ നിന്റെ ത്വാഅത്തിലായി ജീവിക്കാൻ, ഈമാനോടുകൂടി മരിക്കാൻ, അവസാനം സ്വർഗ്ഗത്തിൽ മുത്തായ റസൂലിന്റെ കൂടെ ഒരുമിച്ച് കൂടാൻ തൗഫീക്ക് തരണേ അല്ലാ. ഞങ്ങൾ എല്ലാവരെയും നീ ഖബൂലാക്കണേ അല്ലാ. എന്തെങ്കിലും ഞങ്ങൾക്ക് ചോദിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നീ പരിഹരിച്ച് തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ
നിന്റെ ലിഖാ, നിന്നെ കാണാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും തരണേ അല്ലാ. ഈ ദുആക്ക് ആമീൻ പറയുന്ന ഉമ്മമാരെ ഉപ്പമാരെ നീ സ്വീകരിക്കണേ അല്ലാ. അവർക്കൊക്കെ ജീവിതത്തിൽ നന്മ കൊടുക്കണേ അല്ലാ, ബറക്കത്ത് കൊടുക്കണേ അല്ലാ. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹ്, നാളെ നമ്മുടെ മജ്ലിസ് ഉണ്ടാകും. എല്ലാവരും പങ്കെടുക്കുക. നമ്മുടെ മജ്ലിസിൻ്റെ ആ ലിങ്കുകളൊക്കെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. അവരൊക്കെ കാണട്ടെ, അവരൊക്കെ ദിക്ർ ചൊല്ലട്ടെ. അല്ലാഹു തആല നമ്മളെല്ലാവരെയും ഖബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. എല്ലാവരും ദുആ ചെയ്യുക. അല്ലാഹു തആല നമ്മളെ സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.